വെപ്പാട്ടന്മാരുടെ ഒരു ചരിത്രമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇനിയത്തെ എപ്പിസോഡ് മുഴുക്ക വെപ്പാട്ടി കഥകളായിരിക്കും. ഈ ഒത്തിരി ഓവർ കിടന്ന് കാണിക്കുന്ന മിക്കവാറും ബന്ധങ്ങളൊക്കെ തന്നെ ഈ വെപ്പാട്ടി ലെവലിലുള്ള സംഗതിയാണ് എന്നുള്ളതാണ്. രേണു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പേര് സുധിയുടെ പേരാണ്, തെറ്റൊന്നുമില്ല. അയാളുടെ ഒപ്പം താമസിച്ചു, ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന എന്തിനാണെന്നറിയാമോ? ഒരു ഇൻഷുറൻസ് തുക കിട്ടാനുണ്ട്. ആ തുകയ്ക്കകത്ത് കിടുകിടുകിടുകിടുകിടുകിട് അവിടെ പോ ഇവിടെ പോ ഇവിടെ. വീട് വെച്ചപ്പോൾ അമ്മയെ അവോയ്ഡ് ചെയ്തു, വീട് വെച്ചപ്പോൾ മൂത്ത മകനെ അവോയ്ഡ് ചെയ്തു. എന്നിട്ട് ഇതൊന്നും പോരാ, താളം ചവിട്ടില്ല, വല്ലവൻ്റെയും കിടത്തു പുറത്തോട്ട് കയറി കിടക്കുക, എല്ലല്ലേ ഉല്ലല്ലേ, കുറേ പാട്ട് പാടുക, കുറേ പോകൃതരങ്ങളൊക്കെ കാണിച്ച് സുധിക്ക് നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ കിടന്ന് ആക്രാന്തിച്ച് അർമാദിച്ചു. പക്ഷെ അതിനകത്തൊരു സ്ട്രാറ്റജി ഉണ്ട്. സുധിക്ക് എന്ത് നാണക്കേട്? ആദ്യത്തെ വിവാഹം കഴിഞ്ഞു, ആ സ്ത്രീയെ പടുമോശം പറഞ്ഞു, അവരവരെ ജോലിയൊക്കെ ഇറങ്ങിപ്പോയി. അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു, ആ കുട്ടീനെ ഇയാൾ ഇനി പിടിച്ചു വാങ്ങിച്ചെടുത്തു. കുട്ടി അയാൾക്കൊപ്പം ഉണ്ട്. രണ്ടാമതൊരു വിവാഹം കഴിച്ചു, അതിനെയും കളഞ്ഞു. ഈ മൂന്നാമത് ഇതിൻ്റെ കൂടെ പോയി. സത്യത്തിൽ ഞാൻ പറയട്ടെ, ചില അവന്മാർ ഇങ്ങനെയാണ്, കയ്യിൽ നിധി കിട്ടിയാൽ വെച്ചോണ്ടിരിക്കുക അറിഞ്ഞൂടാ. അവന്മാർ പോയി ചാടുന്നത് വെറും ചെളികുഴിയിലാണ്. അയ്യോ എന്തുവാ, ഒന്നും പറയാനില്ല. ഇവരെയൊക്കെ കളിയാക്കാനും ഇവരോടത്തൊക്കെ എന്തോ ഷോ കാണിക്കാനുമാണ് ഈ പെണ്ണ് വെറുതെ ഇതത്രയും കാണിച്ചത്. സത്യത്തിൽ സുധിയുടെ ഭാര്യയാണ് എന്നൊരൊറ്റ ലേവൽ മതി അവൾ സ്വസ്ഥമായി ജീവിച്ചു പോകുമായിരുന്നു. നല്ല എന്തെങ്കിലും തൊഴിൽ ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് പോയിരുന്നു, ആർട്ടിസ്റ്റൊന്നും ആവണ്ടായിരുന്നു. ഇത് മറ്റുള്ളവരെ കാണിക്കാൻ, പ്രത്യേകിച്ച് രണ്ടാം ഭാര്യ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഓർമ്മയുണ്ട്, ഇവളുടെ ഈ സർട്ടിഫിക്കറ്റിന് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നപ്പോൾ ഇവളുടെ ഒരു വെപ്രോളവും ബഹളവും ഒക്കെ അതിൽ നിന്ന് വ്യക്തമായതാണ് ഇവൾ ഒന്നുമല്ല, ഇവൾ വിവാഹിതയല്ല എന്നുള്ളത്. ഇവളുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇരിക്കുന്ന വാലിഡുമല്ല. അതാണ്. ഇനി ഈ പറയുന്ന സാധനങ്ങൾ അവൾക്ക് കിട്ടത്തില്ല. അപ്പം നമുക്ക് കുറച്ച് ഭാഗം കേൾക്കാം. പേര് വീണ എസ് പിള്ള. അത് എൻ്റെ ഫ്രണ്ട്സിൽ പല പേർക്കും അറിയാവുന്നതാണ്. അപ്പോഴ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. രേഷ്മയ്ക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങൾ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. രേണു സുധി കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, അത് ഞാൻ പറയാം, അത് ഞാൻ വഴിയെ പറയാം. കുറേ വിവാദങ്ങൾക്കിടയിലൂടെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ വോയിസ് മാത്രം ഇട്ട് എൻ്റെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല, വോയിസ് മാത്രം ഇട്ട്, എന്താണ് ഇവൾ വിരൂപിയാണോ, അല്ലെങ്കിൽ എന്താ ഇവക്ക് ഒരു ഫേസ് ഇല്ലേ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നോട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കൾക്കറിയാം കൊല്ലം സുധിയും ഞാനും റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പുള്ളി മരിച്ചിട്ട് പോലും ആ വീട്ടിൽ കയറാത്ത ഞാൻ, പുള്ളി മരിച്ചിട്ട് കയറിയില്ല എന്ന് ഈ പറയുന്ന ആരും കണ്ടിട്ടില്ല. പുള്ളി മരിച്ചപ്പോൾ ഞാൻ പോയി, എൻ്റെ കടമ ഞാൻ നിറവേറ്റി. ഞാൻ പുള്ളിയുടെ ബോഡി കോട്ടയത്തേക്ക് എടുത്തപ്പോൾ ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതിൽ ഇപ്പം ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ ഒരിക്കൽ പോലും പുള്ളി ജീവിച്ചിരുന്നപ്പോഴും പുള്ളിയെ വെച്ചിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പുള്ളി മരിച്ചപ്പോഴും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പുള്ളീനെ വിറ്റ് ഇതുവരെ കാശ് മേടിച്ചിട്ടില്ല, കാശ് ഉണ്ടാക്കിയിട്ടില്ല. ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ ആ ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ മാത്രം കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞ് ഞാൻ വലിയ ഒരു നയൻതാരയാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ല, ആരോടും പറയുന്നില്ല. എൻ്റെ ലെവലിലുള്ള ഞാനൊരു ആർട്ടിസ്റ്റ് തന്നെയാണ്. ഷോസുകളും അതുപോലെ നാടകങ്ങളും ഡാൻസും ഒക്കെ ചെയ്യുന്നൊരു പാവപ്പെട്ട കലാകാരിയാണ്. ഇപ്പോൾ ഏകദേശം ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. സുധി എന്ന് പറയുന്ന വ്യക്തി ഞാനുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് വിട്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഓൾറെഡി മരിച്ചു. നമ്മൾ ഈ മലയാളത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പുള്ളി മരിച്ചു. പിന്നെ പുള്ളിയുടെ ഒരു കാര്യങ്ങളും എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് അന്വേഷിക്കാനായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുമില്ല. പുള്ളി ജീവിച്ചിരിക്കുന്ന കാലം വരെയും, അതായത് ഇപ്പോൾ 2 വർഷമായി പുള്ളി മരിച്ചിട്ട്, അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന കാലം വരെയും പുള്ളി എനിക്ക് യാതൊരു പരമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല, ഞാനും പുള്ളിക്കും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കുറേ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കുറേ സഹോദരങ്ങൾക്കുള്ള ഒരു ആൻസറുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഈ വീണ എസ് പിള്ള എന്ന് പറഞ്ഞൊരു വിവാദമായിട്ട് ഒരു വോയിസ് മാത്രം ഇടുന്നു, ആൾ രംഗത്ത് വന്നിട്ടില്ല. ഞാൻ ഒരിക്കൽ പോലും വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. കാരണം പുള്ളിയുടെ ഫെയിമിൽ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ലൈഫ്, എൻ്റെ ഫാമിലി, എൻ്റെ മകൻ, എൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ കൊണ്ടുവന്നതും എങ്ങനെയുണ്ട്, ഇവരാണ് സുധിയുടെ യഥാർത്ഥ ഭാര്യ. പക്ഷെ ഡിവോഴ്സിലാണ് കേട്ടോ. രണ്ടാമത്തെ ഭാര്യയാണ്, അവർക്ക് മക്കളില്ല. ആദ്യത്തെ ഭാര്യയിലുള്ളതാണ് കിച്ചു, രണ്ടാമത്തതാണ് ഇവരും തവരുമായിട്ട് സുഖമായിട്ട് ജീവിച്ചു പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ ഭ്രാന്തി വന്ന് കയറിയത്. ഈ ഭ്രാന്തി വന്ന് കയറിയതോടെ ശനി ദശ തുടങ്ങി അവൻ്റെ, അത്രയേ ഉള്ളൂ. അതാണ് സംഭവിച്ചത്. ചുമ്മാതല്ല, അവൾക്ക് ഒരു ഇഷ്ടം അവൻ്റെ അടുത്ത് ഇല്ലാത്തത്. എന്തോ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ രേഷ്മ പി തങ്കച്ചൻ എന്ന അവളുടെ പേര് മാറ്റി രേണു എന്നാക്കുക, മതം മാറുക, മതം മാറ്റുക, മൊത്തത്തിൽ ക്രൈം ലെവലിൻ്റെ എക്സ്ട്രീം ലെവൽ. ഇവളെ ബിഗ് ബോസ് എടുത്ത
സീസൺ 7 സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ രേണുസുതി തന്നെയാണ് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനോടും അതുപോലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കാനിടയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വോയിസ് മാത്രമായിട്ട് വന്നത്. കാരണം ഞാൻ നാറാവുന്നതിൻ്റെ പരമാവധി ഇപ്പോൾ ഈ രേണുസുതി എന്ന് പറയുന്ന വിവരം കെട്ടവൾ നാട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനായിട്ട് എൻ്റെ പേരും വെളിയിൽ വന്നിട്ടുണ്ട്. ഞാനായിട്ട് ചിലപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് കമൻസുകൾ വരും, ചിലപ്പോൾ പോസിറ്റീവ് കമൻസുകൾ വരും, ചിലപ്പോൾ എന്നെക്കുറിച്ച് വളരെ ബാഡായിട്ട് വരും. അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. കാരണം ഞാൻ എന്താണെന്ന് എൻ്റെ ഫാമിലിക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അറിയാം. പിന്നെ ഞാൻ എല്ലാവരോടും ഞാൻ നല്ലതാണെന്ന് പറയണം എന്ന് പറയാനും എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോടായിട്ട് പറയുവാണ്, ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ലോക ഫ്രോഡാണ്. ഞാൻ ഇവരെ ഒരു 3 വർഷം മുന്നേ ഈ സുധിയുടെ ഒരു കേസ് കെട്ട്, അതായത് സുധി മരിക്കുന്നതിന് 1 വർഷം മുന്നേ സുധിയുടെ ഒരു കേസ് കെട്ടുമായിട്ട് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അത് ഫേസ്ബുക്കിൽ. ഓൾമോസ്റ്റ് സുധിയുടെ നമ്പർ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കുന്ന ഒരാളാണ്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് നമ്പർ. ഞാൻ ഇതിനകത്തൊന്നും ഇടപെടാത്തതും ഇതിലൊന്നും വരാതിരുന്നതും കാരണം സുധിയുടെ ഒരു മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്. ഞാനൊക്കെ കുണുകുണുകുണാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞേ, എന്നെക്കുറിച്ച് അവൾക്ക് ഒന്നുമേ അറിയില്ലാന്ന്, പച്ചക്കള്ളം. അവളെ തിന്നാനും വാതിറക്കുന്നതും കള്ളം പറയാനും വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ അവൾ സത്യസന്ധമായിട്ട് അവൾക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത വ്യക്തിയാണ്. ഞാൻ സുധിയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ രേണുസുതി എന്ന് പറയുന്നത്, രേണുസുതി അല്ല രേണു പുള്ളിക്കാരത്തി മെസ്സേജ് ഇടുകയും ഞാൻ കാണാനിട ഉണ്ടാവുകയും അവൾ പറഞ്ഞെല്ലാം അവൾ ഇന്റർവ്യൂസ് ഫസ്റ്റ് മുതൽ കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡിസംബർ 15-ാം തീയതിയാണ് ഞാൻ ഇവരെ മെസ്സേജ് ആദ്യമായിട്ട് പിടിക്കുന്നത്. നെക്സ്റ്റ് ഇയർ ഞങ്ങൾ വേറെ പിരിഞ്ഞു. അന്നേ സുധി ഓൾമോസ്റ്റ് എൻ്റെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ നിന്നോ മരിച്ചു കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ മരിച്ച ഒരാളെ പറ്റി എനിക്ക് കുറ്റം പറയാനായിട്ട് താല്പര്യമില്ല, ഞാനത് ചെയ്യില്ല. ഞങ്ങൾ രണ്ടുപേരും നല്ല ബിസി ആയിട്ടുള്ള 2 ആർട്ടിസ്റ്റുകളായിരുന്നു. കാരണം ഷോസുകളാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേജ് ഷോസുകളാണെങ്കിലും അപ്പോൾ നമുക്ക് അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഉള്ള ടൈം കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് സത്യം. ഇനിയിപ്പം കാറ്ററിംഗ് സർവീസിൽ പോകുന്നാൽ അവൻ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് ഇവൾ എന്നോട് പറഞ്ഞതാണ്. ഇവൾ എന്നോട് പറഞ്ഞത് മീൻസ് രേഷ്മ തങ്കച്ചൻ എന്ന രേണു. അപ്പൊ ഇവർക്ക് അവനെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യമായിരിക്കും മറ്റുള്ള ബൂസ്റ്റപ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. കിച്ചുവിനെ നോക്കാനാണ് ഇവളെ കല്യാണം കഴിച്ചതെന്ന് എവിടെയോ സുധി പറഞ്ഞതൊരു ഓർമ്മയുണ്ട്. അപ്പോൾ അവള് ഇത് തന്നെ പറഞ്ഞു, മറ്റവൾക്ക് സമയമില്ല നോക്കാനെന്ന്. കിച്ചുവിനെ നോക്കിക്കൊണ്ട് നിന്നാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്ന 2 പേരും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്താലേ കുടുംബം മുൻപോട്ട് പോകുള്ളൂ. കിച്ചുവിനെ നോക്കാനായിട്ടാണ് ഈ മേഡം അവിടെ തള്ളി കയറിയത്. അതിലൂടെ വന്ന ഒരു കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, മരിക്കുമ്പോഴും നല്ല ഭാരിച്ച എമൗണ്ട് കടമുണ്ടായിരുന്നു അയാൾക്ക് എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഇതൊക്കെ ചിന്തിക്കാൻ ആർക്ക് സമയമുണ്ടാവും? പലയിടങ്ങളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ആണും പെണ്ണും ഒന്നിച്ച് വർക്ക് ചെയ്താൽ പോലും തീരാത്ത പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അവർ മത്സരിച്ച് ജോലിക്ക് ഇറങ്ങുമ്പോൾ അവരെ ഇകഴ്ത്താനും ഡീഗ്രേഡ് ചെയ്യുന്നവർ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് കുത്തി കാണിച്ച് അവരെ ഇകഴ്ത്തി ആ സ്പേസ് കടന്നെടുക്കാൻ പലരും ശ്രമിക്കുന്നത്. വെപ്പാട്ടികളെ പറ്റി അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. എന്തായാലും എന്തരോ എന്തോ സുധി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്നോട് സംസാരിച്ച കിച്ചുവിനെ കുറിച്ചിട്ടാണ്. മീൻസ് ഞങ്ങളുടെ ലൈഫ് കിച്ചു കാരണം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സുധിക്ക് കിച്ചുവിനോടാണ് സ്നേഹം. പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല. കിച്ചു സുധി ഫ്രീ ആയിട്ട് വന്നാൽ കൂടി കിച്ചുവിനെ പറയുകയാണ് എന്നൊക്കെ ഇവൾ കുറേ ബാഡായിട്ട് കിച്ചുവിനെ കുറിച്ച് കുറേ ബാഡായിട്ട് സംസാരിച്ചു, കുറേ നല്ല ബാഡായിട്ട് സംസാരിച്ചു. ഇതൊന്നും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. ഇതുവരെ പേപ്പറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കൊല്ലം കോർട്ടിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അങ്ങനെ ലിവിംഗ് ടുഗദർ സെറ്റപ്പിൽ ജീവിച്ച് കഴിഞ്ഞാൽ കൊല്ലം കോർട്ടിൽ, അതായത് നിയമപരമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് അറിവുള്ളവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ നിയമപരമായിട്ട് മാരേജ് ചെയ്ത് ജീവിച്ചവർ നിയമപരമായിട്ട് തന്നെ ഡിവോഴ്സ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ലിവിംഗ് ടുഗദറിൽ താമസിക്കുന്ന ഒരാൾ പിരിഞ്ഞു പോകുമ്പം ഒരു പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും, കടലാസിൽ എഴുതി കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയുന്നതിനകത്ത് എനിക്കറിയില്ല. അറിവുള്ളവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. കളിയാക്കിയതല്ല, സത്യമായിട്ട് അറിവില്ലാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ എനിക്കൊന്ന് ഞാനാണ് വിനായസ് പിള്ള. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. രേണുസുതിക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞാനോട് സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ രേണുസുതിക്ക് അറിയാം. രേണുസുതി അവിടെ കിടന്ന് ബബ്ബ അടിക്കുന്നത് ഞാൻ കണ്ടു മെനഞ്ഞാന്നത്തെ ഇന്റർവ്യൂവിൽ. വീണെ അറിയോ? അറിയില്ല. പക്ഷെ അവൾ എന്നെ കണ്ടിട്ടില്ല. സത്യം തന്നെയാണ്, എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ. പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുണുകുണാന്ന് നോക്ക് മെസ്സേജ് അയക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ ഒരു മെസ്സേജ് വെച്ചിട്ടില്ല. പിന്നെ അവളോട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ചിന്തിച്ച് ചെയ്യാൻ നോക്ക്. നന്നായിട്ട് പിക്കൊണ്ടിരുന്നൊരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും കുണുകുണാർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. അവരെപ്പോഴും നമ്മുടെ ശത്രു തന്നെയായിരിക്കും. പിന്നെ എനിക്കതുകൊണ്ട് പോയത് കൊണ്ട് എനിക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. കാരണം ആ ലൈഫ് പോയതുകൊണ്ട് ഞാനിപ്പോൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. നന്നായിട്ട് എൻ്റെ കരിയർ വരെ ഫ്ലോപ്പായി പോയി. അതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി. എനിക്ക് അതിലൊന്നും ഒരു സങ്കടമില്ല. സുധി 2 വർഷമായി മരിച്ചു പോയിട്ട്. പക്ഷേ സുധി ഞാൻ എന്നോ കൊല്ലം കോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സുധി മരിച്ചു പോയി. അപ്പോൾ പിന്നെ എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ ഇനി അടുത്തൊരു സംശയം, സുധി ജീവിച്ചിരുന്നപ്പോൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അത് അയാളുടെ മാന്യത, മനസ്സിലായോ? കാരണം ഞങ്ങൾക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ആരോടും സംസാരിക്കില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ 2 പേരും വേർപിരിഞ്ഞു പോയത്. അയാൾ മരിക്കുന്ന സമയം വരെയും അത് നിറവേറ്റി ഇല്ല ഞാൻ പറയുന്നത്. ഞാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല, അയാളുടെ ഫാമിലിക്കും, അതായത് അവരെ കുടുംബ വീട്ടിൽ പോലും ഞാൻ പോയി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. പിന്നെ അവൾ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഈ പറയുന്ന സ്ത്രീക്ക് സുധിയിൽ നിന്ന് മക്കളൊന്നും ഇല്ലല്ലോ, ഒരു പെണ്ണ് ഒരാണിനെ കല്യാണം കഴിക്കുന്ന മക്കളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, എനിക്കറിയില്ല, ഇത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വിവരം കെട്ട ചോദ്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ മറുപടികൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പലവരും കല്യാണം കഴിച്ചിട്ടുണ്ടോ? അവർ മക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഈ കല്യാണം കഴിക്കുന്നത്? അത് എൻ്റെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാനത് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടി വന്നത്.
എന്നൊരു പ്രശ്നമില്ല. പക്ഷേ കിച്ചുവിനെ കുറിച്ച് അവൾ നല്ലൊരു അഭിപ്രായം എന്നോട് പറഞ്ഞിട്ടില്ല. വളരെ ബാഡായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും അറിയാം. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് അവൾക്ക് ആരുടെ അടുത്ത് കമ്മിറ്റ്മെന്റ് ഇല്ല. ഈ രേണുവിന്റെ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഫാദർ, സുധി കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആ വീട്ടിട്ട്. കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും അറിയാം. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് അവൾക്ക് ആരുടെ അടുത്ത് കമ്മിറ്റ്മെന്റ് ഇല്ല. ഈ രേണുവിന്റെ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഫാദർ, സുധി കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആ വീട്ടിട്ട്. കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇവരൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, സുധിച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ സുധിച്ചേട്ടനെ കണ്ടിരുന്നു, പക്ഷേ പുള്ളി ജീവിച്ചിരിപ്പില്ല എനിക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അറിയാം ഈ കാര്യങ്ങൾ. എൻ്റെ ഹസ്ബൻഡ് കണ്ടിരുന്നു പുള്ളിനെ. അപ്പോൾ എനിക്ക് തെളിയിക്കാനായിട്ട് പുള്ളി ഇല്ല, നമ്മളെ വിട്ടിട്ട് പോയി. അപ്പോൾ പുള്ളിയുടെ അടുത്ത് തിരിച്ചിറങ്ങി വന്ന് സുധിച്ചേട്ടാ ഇതൊന്ന് പറഞ്ഞു കൊടുക്കൂ, സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, സത്യസന്ധമായിട്ട് പറയണം, ഒരുപാട് കാര്യങ്ങൾ, അതൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അപ്പോൾ പുള്ളീനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മോശക്കാരനായിട്ട് ആൾക്കാർ പറയുന്ന കേൾക്കുമ്പോൾ, പുള്ളിയുടെ അച്ഛനെ മരിച്ചുപോയതാണ്, പുള്ളിയുടെ അച്ഛനെ അമ്മയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ഫീലിങ്സ് വരുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. കാരണം ഇത്ര നാൾ നമ്മൾ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും പുള്ളിക്ക് ഒരു മോശപ്പേര് കേൾപ്പിച്ചിട്ടില്ല, കേൾപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. പിന്നെ പോട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. അത്രയും മരിച്ചിട്ട് പോലും സമാധാനം കിട്ടാത്ത ഒരു വ്യക്തി പുള്ളിയാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഫ്ലോപ്പ് സ്റ്റോറി മാത്രമാണ് നമ്മുടെ രേഷ്മയ്ക്ക് പറയാനുള്ളത്. ഞാൻ ഇതുവരെ ആ കൊച്ചിനെ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒന്ന് പറയാമല്ലോ, നമ്മളാണ് നമ്മുടെ ശത്രു, നമ്മുടെ നാക്കാണ് നമ്മുടെ ശത്രു. ഒരു പരിധിയിൽ കൂടുതൽ കിടന്ന് ഇളകിയിട്ട് നാട്ടുകാരൊന്നടങ്കം ഇനി ഫോളോ ചെയ്ത് പിടിക്കും. ഇനി വരാനിരിക്കുന്നത് രേഷ്മ പി തങ്കച്ചൻ്റെ യഥാർത്ഥ പ്രതിയായ ആദ്യത്തെ കെട്ടിയവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാലിയാങ്കുഴിയിലേക്ക് പോകേണ്ട അവസ്ഥയൊന്നുമില്ല. കൃത്യം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നില്ലേ, ഇത്രയേ ഉള്ളൂ. ഈ അമിതമായി കാണിക്കുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് അമിതമായി കാണിക്കുന്നുണ്ടെങ്കിൽ ഓർത്ത് അവർക്ക് ഇടയിൽ ഒരു ഉന്നാകുമില്ല, ഒന്നുമില്ല. സുധിയുടെ പേര് പറയുമ്പോൾ കിട്ടുന്ന അക്സെപ്റ്റൻസ്, അതിൽ കൂടെ നേടിയെടുത്ത വീട്, അതിന് കുറ്റം പറയുന്ന ഒരു വൃത്തികെട്ട നാക്ക്, അതിനൊക്കെയുള്ള മറുപടി മുഖത്തടിച്ച കണക്ക് വീണ വന്ന് കൊടുത്തിട്ടുണ്ട്. അതെ, അവർ തമ്മിൽ തെറ്റാനുള്ള കാരണം തന്നെ ഇവളാണ്. റീസൺ എത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അത് അന്നും പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇവൾ പറഞ്ഞ് അവൻ്റെ മനസ്സ് മാറ്റി അവൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങി. ഈ പെണ്ണ് അത് കണ്ട് ആത്മാഭിമാന ബോധമുള്ളവളായതുകൊണ്ട് അവൾ പറഞ്ഞു നമുക്ക് ഈ ബന്ധം തുടരേണ്ട, നിർത്തിയേക്കാന്ന്. പിന്നെ പ്രസവിക്കാത്ത കാര്യമൊക്കെ പറയുന്നുണ്ട്. പ്രസവിച്ചത് കൊണ്ട് നീ രക്ഷപ്പെട്ടു, നീ പ്രസവിച്ചുകൊണ്ട് അമ്മയാണെന്ന് അർത്ഥമില്ല. കാണുന്നില്ലേ കൊച്ചിൻ്റെ കഴുത്തിലും വയറിലും ഒക്കെ മുറിവുകൾ. ഇത്രയും വൃത്തികെട്ട ഒരു സാധനത്തിന് സപ്പോർട്ട് ചെയ്തവർക്ക് ഒന്നും പറയില്ല. അനുഭവിച്ചോ, നല്ല രസമുണ്ട്. അവർ മുഖം കാണിക്കില്ലെന്ന് വിചാരിച്ചോ, ഇനി നോക്കിക്കോ, ഇനി ഇവർ തമ്മിൽ നല്ലൊരു യുദ്ധം നടക്കും. ഇനിയിപ്പോൾ ആ പെണ്ണിനെ പറ്റി വളരെ മോശം കാര്യം പറയും, വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ഇവളിപ്പോൾ എഴുന്നള്ളിക്കും. ഇനി രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഈ രേണു സുധി വിഷയം ഇന്നും നാളെ ഒന്നും തീരാൻ പോകില്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. ഏതായാലും ഒരു കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് വീട് വെച്ച് കൈമാറിയ സമയത്തുള്ള ഒരു വീഡിയോയും പിന്നീട് വീടിനെ കുറ്റം പറയുന്ന ഒരു വീഡിയോയും, അത് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചിരിക്കണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും ഒരുപാട് വെപ്പാട്ടിമാരെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 വെപ്പാട്ടിയാണ് ഈ പെണ്ണെ. എന്തായാലും ഇൻഷുറൻസ് തുക ഇവർക്ക് ക്ലെയിം ചെയ്യാനൊക്കത്തില്ല. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവൻ്റെ അമ്മയ്ക്കും കൊച്ചിനും തന്നെയാണ് കിട്ടുക. ഇളയ കുട്ടിക്കും കൊടുക്കും ഒരു എമൗണ്ട്. ഇവക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ബിക്കോസ് ലീഗലി വെഡഡ് അല്ല. ലീഗലി വെഡഡ് വൈഫ് വേറെ ഉണ്ട്. ഇപ്പം മരണാനന്തരം കിട്ടാനുള്ള ചാൻസ് അവർക്കൊക്കെ തന്നെയാണ്. ഇവൾക്ക് അതിന് ഒരു പൈസയും കിട്ടാൻ പോകുന്നില്ല. ഒരു പേപ്പറോ രേഖയോ കൊണ്ടുപോയിട്ടൊന്നും ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലുള്ള പെണ്ണിനൊന്നും അങ്ങനെ ഒന്നും കിട്ടാൻ ഒരു ചാൻസും ഇല്ല. കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി ആ പൈസ അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഈ പെണ്ണ് പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് കേട്ടോ ഇവനെ. കടം വാങ്ങി കുടുംബത്തിന് തന്നെ ചിലവാക്കിയിട്ടുണ്ടാവും. ധൂർത്തും ആർഭാടവുമാണെങ്കിൽ എന്നും വാടക വീട്ടിൽ കിടക്കാനേ പറ്റുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ്. ഇത്രയൊക്കെ കിട്ടിയിട്ടും അത് വെച്ച് സ്വസ്ഥമായി ജീവിക്കുന്നതിന് പകരം എല്ലാവരോടും അഹങ്കാരം, തണ്ട്, നിഷേധാത്മകമായ വർത്തമാനം, അതിൻ്റെയൊക്കെ പരിണിത ഫലം അനുഭവിക്കാതെ എവിടെ പോവാൻ. എന്തായാലും ഇവള് ലവൻ്റെ കൂടെ കിടന്ന് കുഴഞ്ഞറിയുന്നു. എൻ്റെ പൊന്നു കൊച്ചു എന്നെ കാണുന്നുണ്ടെങ്കിൽ സേവിയും അല്ലെങ്കിൽ നിന്റെ ലൈഫ് വെറും കോഞ്ഞാട്ടായി പെണ്ണത് നശിപ്പിക്കും. ഇനിയും നീ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നീ മന്ദബുദ്ധിയാണെന്ന് ഞാൻ പറയും. ഈ ഒരിടത്തും ചേർക്കാൻ കൊള്ളാത്ത സാധന. അല്ലെങ്കിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം ജീവിതം അടിച്ച് പൊലിച്ച് അവനെ അടിച്ച് മാറ്റി ഇത് ഈ പേക്കൂത്ത് അത്രയും കിടന്ന് കാണിക്കും. മുമ്പ് ഒരു വീഡിയോയിൽ ഇവള് പറയുന്നുണ്ട് എനിക്ക് നല്ല ഷേപ്പൊക്കെ ഉണ്ട്, സ്വന്തമായിട്ടങ്ങ് തീരുമാനം എടുക്കുകയാണ്. ഇത്രയും വൃത്തികെട്ടൊരു ജന്തു, എനിക്കൊന്നും പറയാനില്ല. എന്നാലും എടാ സുധി, നീ ജീവനോടുണ്ടായിരുന്നു എനിക്കൊരു ചോദ്യം ചോദിക്കണമായിരുന്നു. നീ എന്ത് കണ്ടിട്ടാണടാ? ഇത് വെറും ചാളമേരിയാണല്ലോ. ആ കൊച്ച് കണ്ട ആപ്പിള് പോലെ ഇരിക്കുന്ന ഒരു കൊച്ചിനെ കണ്ടിട്ട് കരിഞ്ഞ ഉണക്കമീനെ തേടിപ്പോയ കഥയാണ്. ഒന്നും പറയാനില്ല. ഓൾ ദ ബെസ്റ്റ്.